അന്ത്യത്താഴ സമയത്ത് യേശു ഒരു തൂവാലയെടുത്ത് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. ഇതൊരു ചെറിയ സംഭവമെന്ന് നമുക്ക് തോന്നാം. എന്നാൽ ഇത് നേതൃത്വത്തെയും ശുശ്രൂഷയെയും സ്നേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മുഴുവൻ മാറ്റുന്ന ഒരു നിമിഷമാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13 അധ്യായം 4 വാക്യം. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തൂവാലയെടുത്ത് അരയിൽ കെട്ടി. അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. ഇതൊരു സാധാരണ പ്രവൃത്തിയല്ല. ആ കാലഘട്ടത്തിൽ കാലുകഴുകൽ വീട്ടിലെ ഏറ്റവും താഴ്ന്ന ദാസന്റെ ജോലിയായിരുന്നു. മണൽ നിറഞ്ഞ വഴികളിലൂടെ തുറന്ന ചെരുപ്പുകളോടെ നടന്ന ആളുകളുടെ കാലുകൾ വളരെ അഴുക്ക് നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ദാസന്മാരിൽ ഒരാളെ അതിനായി നിയോഗിക്കുമായിരുന്നു. പക്ഷേ യഹൂദ ദാസന്മാർക്ക് ഈ ജോലി നിർബന്ധമായിരുന്നില്ല. ഇത് വളരെ താഴ്ന്ന ജോലി ആയതിനാൽ സാധാരണയായി അന്യജാതി ദാസന്മാരായിരുന്നു നൽകിയിരുന്നത്. ക്രിസ്തുനാഥൻ ഇവിടെ ഏറ്റവും താഴ്ന്ന ദാസന്റെ സ്ഥാനം സ്വീകരിക്കുന്നു. സ്രഷ്ടാവ് സൃഷ്ടിയുടെ കാലുകൾ കഴുകുന്നു. ഇവിടെ അതിശയമായത് അവിടെ ഉണ്ടായിരുന്ന കാലുകളിൽ ഒന്ന് യൂദാസിൻ്റേത് ആയിരുന്നു എന്നാണ്. ക്രിസ്തുനാഥൻ തന്നെ വഞ്ചിക്കാൻ പോകുന്ന മനുഷ്യന്റെ കാലുകളും കൂടി കഴുകുന്നു. തന്നെ വഞ്ചിക്കാൻ പോകുന്നവനെ പോലും അവൻ സേവിച്ചു. ക്രിസ്തു ഇവിടെ വിനയം മാത്രമല്ല പഠിപ്പിക്കുന്നത്, നേരെ മറിച്ച് ശിഷ്യന്മാരുടെ കാലുകൾ വഴിയിൽ പൊടിയിൽ നിന്നും ശുദ്ധീകരിക്കേണ്ടതുപോലെ മനുഷ്യരാശി പാപത്തിന്റെ മലിനതയിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. വെള്ളവും തൂവാലയും കുരിശിലേക്കുള്ള ഒരു സൂചനയായിരുന്നു. സ്വർഗരാജ്യത്തിലെ മഹത്വം ആരാണ് നിങ്ങളെ സേവിക്കുന്നത് എന്നുള്ളതല്ല, നിങ്ങൾ ആരെ സേവിക്കാൻ തയ്യാറാകുന്നു എന്നതിലാണ്. യഥാർത്ഥ സ്നേഹം മുട്ടുകുത്തും, യഥാർത്ഥ സ്നേഹം സേവിക്കും, യഥാർത്ഥ സ്നേഹം മറ്റൊരാളുടെ അഴുക്ക് പോലും ശുദ്ധീകരിക്കും. ഇതാണ് ക്രിസ്തുവിന്റെ സ്നേഹം. അഹങ്കാരമല്ല, പദവിയല്ല, നേരെ മറിച്ച് പാപികളെ ഉയർത്തുവാൻ മുട്ടുകുത്തിയ ഒരു രാജാവിന്റെ സ്നേഹം.